ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ മഴയും അതുപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും കറണ്ട് ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. പിന്നെ പനിയും സുഖമില്ലാത്ത അവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാൻ വൈകിയത്. അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരാഴ്ചയിൽ 2-3 വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ നാളെ 2-ാം തീയതി ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അടുത്ത ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകാൻ ഇനി വെറും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. ആദ്യമേ തന്നെ സ്കൂളിലേക്ക് പോകാനിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ മനസ്സ് നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. സ്നേഹവും വാത്സല്യവും കരുതലും പ്രാർത്ഥനയും ഒക്കെ അറിയിക്കുകയാണ്. ഒപ്പം ഇത് ടീച്ചേഴ്സിനും ഒരു പുതിയ അധ്യയന വർഷമാണ്. അപ്പോൾ കടന്നുപോയ വർഷത്തിൽ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങളും ഒക്കെ കടന്നുപോയി. പരീക്ഷയുടെ കാലമായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് പേർക്ക് റിസൾട്ട് കിട്ടി. കുറച്ച് പേർ ഇനിയും +1 ഒക്കെ എഴുതിയവർക്ക് ഇനി വരും ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ടൊക്കെ എന്തായാലും നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ള കാര്യം ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അല്ലേ? സ്കൂൾ തുറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞു മക്കൾ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഉള്ള ഒരു കുട്ടിക്കാലത്തിലേക്ക് നമ്മുടെ മനസ്സ് ഇങ്ങനെ പോകുന്നു, അല്ലേ? നമ്മൾ സ്കൂളിലേക്ക് പോയ ആ ഒരു കാലഘട്ടം ആർക്കാണ് മറക്കാൻ കഴിയുന്നത്? എല്ലാവർക്കും പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു. പുതിയതായി ജോയിൻ ചെയ്യുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും അവർ നല്ല ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം, പുതിയ ടീച്ചേഴ്സിനെ കാണുന്ന സന്തോഷം, അങ്ങനെയൊക്കെയുള്ള പലതരം സന്തോഷങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഒരു സ്കൂൾ അധ്യയന വർഷം എന്ന് പറയുന്നത്. ചില ടീച്ചേഴ്സൊക്കെ പിന്നെ പോയിട്ട് പുതിയ പുതിയ ടീച്ചേഴ്സ് വരുന്ന സ്കൂൾസുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ പോലും വേറെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം വളരെ മംഗളമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഓരോ കുഞ്ഞു മക്കൾക്കും, പാരൻസിനും, രക്ഷിതാക്കൾക്കും ഞാൻ എൻ്റെ സ്നേഹവും എൻ്റെ പ്രാർത്ഥനയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോളും നാളെ മുതൽ സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. മോനും മോളും ഒക്കെ പോവുകയാണ്. മോൻ ഹയർ ക്ലാസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മുടെ കരുതൽ അവരോടൊപ്പം എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരിക്കണമല്ലോ, അല്ലേ? അത് എത്ര വലിയ ക്ലാസ്സിൽ പോയാലും ശരി, നമുക്കത് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, ഒരു മഴക്കാലമാണ്. എപ്പോഴും ജൂൺ എന്ന് പറയുന്നത്, സ്കൂൾ തുറക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരു മഴക്കാലം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അതിശക്തമായ കാറ്റും മഴയുമൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ കരുതലോടുകൂടി സേഫായി ക്ലാസ് റൂമിലെത്തിയാലും സൂക്ഷിക്കുക. കാരണമെന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സും ഒരു പ്രത്യേക കെയർ ഓരോ കുഞ്ഞുങ്ങളുടെ പുറത്തും എടുക്കേണ്ടതാണ്. കാരണം ടോയ്ലറ്റ്സിലൊക്കെ ആയാലും കാൽ വഴുക്കി അങ്ങനെയൊക്കെ വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആരായാലും അത് നല്ല രീതിയിൽ അതൊക്കെ കെയർ ചെയ്യാൻ ഓരോ സ്കൂൾസിലും നമ്മുടെ സ്കൂളിലും ഒക്കെ ഉണ്ട്. അതൊക്കെ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും വെള്ളത്തിൻ്റെ കാര്യം കണക്കിലധികം വരുമ്പോൾ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നിൽക്കാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ കുട്ടികളെയൊക്കെ അത് കരുതലോടുകൂടി സ്കൂൾസിലൊക്കെ കെയർ ചെയ്യുക. വീട്ടിലായാലും അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. സ്കൂൾസിലൊക്കെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കരുതലോടെ ടീച്ചേഴ്സും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത് ഈ മഴയുള്ള സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്രയിലൊക്കെ കണ്ടു, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന പല മരങ്ങളും പിഴുത് റോഡിലേക്ക് വീണ് യാത്രക്കാർക്കൊക്കെ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കാറ്റും മഴയും വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ റെയിൻ കോട്ടുകൾ എല്ലാവരും കരുതുക. അപ്പോൾ ഇങ്ങനെയൊരു എല്ലാ ടീച്ചേഴ്സിനും സന്തോഷം നിറയ്ക്കുന്ന, എല്ലാ കുഞ്ഞു മക്കൾക്കും സന്തോഷം നിറയ്ക്കുന്ന ഒരു സമയമാണ് നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. പുതിയ പുസ്തകങ്ങളും പുതിയ ബാഗും
പുതിയ ജോമെട്രി ബോക്സും അതുപോലെ കുഞ്ഞു മക്കൾ ആദ്യമായി നഴ്സറീസിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ സ്കൂളെല്ലാം കൊണ്ടും ഒരു വർണ്ണ കാഴ്ച തന്നെയായിരിക്കും നമുക്ക് സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം വേനൽക്കാലം എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഈ ഫസ്റ്റ് ഡേയിൽ പാരൻസിൻ്റെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെയും അതുപോലെ ആരാണ് ഈ ടീച്ചേഴ്സിൻ്റെയും മൊത്തത്തിൽ സ്കൂളിൻ്റെ അന്തരീക്ഷം തന്നെ വളരെ ഒരു പോസിറ്റീവ് വൈബ് നിറഞ്ഞ ഒരു ഡേ തന്നെ ആയിരിക്കും നാളെ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കൾക്കും ഒന്നുകൂടി ആശംസകൾ അറിയിക്കുകയാണ്. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇനി വെറും കുറച്ച് സമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വരുന്ന വർഷം എല്ലാവർക്കും വിജയകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വ്ളോഗിലൂടെ നമുക്ക് കാണാം. ടേക്ക് കെയർ, ലവ് യു ഓൾ.